പക്ഷെ കെ പി നൌഷാദ് അലി, കോൺഗ്രസ് എന്ത് പാഠമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പഠിക്കുന്നത്? കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു, BJP വലിയ പ്രതീക്ഷകൾ പുലർത്തിയ തെരഞ്ഞെടുപ്പിൽ ആ പ്രതീക്ഷയ്ക്ക് അനുഗുണമായ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞില്ല. മൊത്തത്തിൽ BJP സംവിധാനം ദുർബലപ്പെടുന്നു, അതല്ലെങ്കിൽ അപ്രമാദിത്വം അവസാനിച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു. കോൺഗ്രസ് ഉയർത്തെഴുന്നേൽക്കുകയാണെന്ന തോന്നൽ വരുന്നു. രാഹുൽ ഗാന്ധി അതിശക്തമായി എമർജ് ചെയ്യുകയാണെന്ന തോന്നൽ വരുന്നു. അദ്ദേഹം ഒപ്പോസിഷൻ ലീഡർ ആവുന്നു. അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അത് സാധിച്ചേനെ, കാരണം നിങ്ങൾക്ക് സംഘടനയുള്ള സംസ്ഥാനമാണ്, BJPയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല, എല്ലാ ഘടകങ്ങളും അനുകൂലമാണ്. വെള്ളിത്താലത്തിൽ വെച്ച് വിജയം കോൺഗ്രസിന് സമ്മാനിച്ചേനെ ഹരിയാന. അത് കോൺഗ്രസിന്റെ പാൻ ഇന്ത്യ മൂവ്മെന്റിന് നൽകുന്ന ബൂസ്റ്റ് വളരെ വലുതായിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, മഹാരാഷ്ട്ര പോലെ ഒരു വലിയ സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, ജാർഖണ്ഡ് പോവുകയാണ്, പിന്നെ ഡൽഹിയും അതുപോലെ തന്നെ ബീഹാറും പോവുകയാണ്. ആകെ നറേറ്റീവിനെ സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വിജയം എല്ലാ അർത്ഥത്തിലും കോൺഗ്രസിന് ലഭിച്ചേനെ ഹരിയാനയിൽ. അതെങ്ങനെ കൈമോശം വന്നു എന്നുള്ളത് ആഴത്തിൽ പഠിക്കണ്ടേ? ഇത്ര ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുക എന്നുള്ളത് നിങ്ങൾ 2029 ഇന്ത്യ ഭരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പരിഹരിച്ചു പോകേണ്ട കാര്യമായിരിക്കും. അല്ല അഭിലാഷ്, ഇവിടെ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഒന്നാണ് ഹരിയാന, ഒന്ന് ജമ്മു കാശ്മീരുണ്ട്. രണ്ടിടത്തും 90 സീറ്റുകളാണ് ഉള്ളത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റപ്പെടുത്താൻ കാരണം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ABVP, യുവമോർച്ച, BMS എന്നൊക്കെയുള്ള BJPയുടെ ഒരു പോഷക ഘടകമായിട്ടാണ് ഇവിടെ വർത്തിച്ചു പോരുന്നത്. BJPക്കാരും നേതാക്കളും എന്ത് ഇൻഫ്ലമേറ്ററി ആയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും ഒരു തരത്തിലുള്ള അനക്കവും ഇല്ലാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള ഔദ്യോഗിക നീക്കങ്ങളും നടത്തുന്ന, തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുന്ന, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ആനുപാതികമായ സമയക്രമമൊക്കെ നിശ്ചയിക്കുന്ന ദുരൂഹമായ ഇടപെടലുള്ള ഒന്നായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി. അത് ഞങ്ങൾ നിരന്തരം പറയുന്നതാണ്. ഇപ്പൊ പറയുമ്പോൾ അത് തോറ്റതുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ജയിച്ചാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപാകതകളെ കുറിച്ച് പറയും. പിന്നെ നിങ്ങൾ കോൺഗ്രസിനെ പറ്റി പറഞ്ഞു. ഇവിടെ ഹരിയാനയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളുമുള്ള കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ 5-5 എന്ന നിലയിലാണ് ആ മത്സരം അവിടെ അവസാനിച്ചത്. 10-ൽ 5-5 പങ്കിട്ടെടുത്തത് കോൺഗ്രസും BJPയും. ഒരു തുല്യ ശക്തികളാണ് അവിടെ തെരഞ്ഞെടുപ്പിലെ ചില മാനേജ്മെന്റിലും ഇത്തരത്തിലുള്ള പുറമേ നിന്നുള്ള ചില ശക്തികളുടെയൊക്കെ സഹായത്താലും ഒക്കെ BJP അവിടെ വിജയം ക്രമീകരിച്ചെടുത്തു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. എത്തരത്തിലാണ് അവിടെ തോറ്റുപോയത്, എന്തൊക്കെ ഘടകങ്ങളാണ് പ്രതികൂലമായത്, സഖ്യകക്ഷികൾ എന്നത് ചെറുതാണെങ്കിൽ പോലും ചേർത്ത് പിടിക്കുന്നതിൽ അപാകതകൾ വന്നോ, ഈ സഖ്യകക്ഷികൾ ബോധപൂർവം അകറ്റിയതാണോ, BJPയുടെ സമ്മർദ്ദം കാരണം അകന്നു പോയതാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പഠിക്കാനുണ്ട്. എന്നാൽ നിങ്ങൾ ജമ്മു കാശ്മീർ എടുക്കുക, അവിടെയും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു. BJPക്ക് സ്വാധീനമുള്ള ജമ്മു മേഖലയിലൊക്കെ 7 സീറ്റുകളാണ് അവർ ഡീലിമിറ്റ് ചെയ്ത് വർദ്ധിപ്പിച്ചത്. ഈ ഡീലിമിറ്റേഷൻ എന്നത് സമ്പൂർണ്ണമായിട്ട് BJPക്ക് അനുകൂലമാക്കിയിട്ടാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത്. അവിടെ പിന്നെ നാഷണൽ കോൺഫറൻസും കോൺഗ്രസുമായിട്ടുള്ള ഇന്ത്യ സഖ്യം അവിടെ വിജയിച്ചു, അധികാരത്തിലേറിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റ് തെരഞ്ഞെടുപ്പുകളെ അങ്ങനെ അന്തിമ ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് ഇന്ത്യയിലുള്ളത്. എങ്കിൽ എന്തുകൊണ്ട് കാശ്മീരിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയമായ വിധിയെടുത്ത് നടന്ന കാശ്മീരിൽ അന്തിമ വിധി നിങ്ങളുടെ സഖ്യത്തിനൊപ്പം നിന്നു എന്ന് ചോദിച്ചത് കേട്ടില്ലേ നേരത്തെ സന്ദീപ് വാര്യർ? അങ്ങനെ എങ്ങനെയാണ് രണ്ട് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരിടത്ത് മറ്റൊരിടത്തും മോശം EVM? തീർച്ചയായിട്ടും അല്ല, ഇവിടെ മാധു, നിങ്ങൾ ഈ പറയും പോലെ ഈ കള്ളന്മാരെല്ലാ സ്ഥലത്തും ഒരുമിച്ച് കട്ട് അവർ കേമത്വം തെളിയിക്കൊന്നുമില്ല. ഇത് നിഷ്പക്ഷമാണ് എന്ന് തോന്നിപ്പിക്കാനൊക്കെ പല അടവുകളും വേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത്തരത്തിലുള്ള അങ്ങനെയാണ് എങ്കിൽ എവിടെയായിരിക്കും അവരുടെ ഏറ്റവും വലിയ അജണ്ട ആയിരുന്നില്ലേ ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്? അവിടെ ആയിരിക്കില്ലേ അവരുടെ ഒരു സ്വാഭാവിക താല്പര്യം എന്ന് പറയുന്നത്? ഹരിയാന 10 വർഷം ഭരിച്ചു, അവിടെ ഒരു ആന്റി ഇൻകംബൻസി മൂവ്മെന്റ് അവിടെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ കളയില്ലേ? മാധു, ഈ ജമ്മു കാശ്മീർ അത് കേന്ദ്രഭരണ പ്രദേശമാണ്. അതിൻ്റെ പോലീസിനകത്തും ഭരണത്തിലെ 70% നിർണായകമായ മേഖലകളിലൊന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് അധികാരമില്ല. അത് മുഴുവൻ കവർന്ന് ലഫ്റ്റനന്റ് ഗവർണറിൽ നിക്ഷിപ്തമാക്കിയതിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിലൊന്നും താരതമ്യപ്പെടുത്തിയിട്ട് ഇവിടുത്തെയും വിജയത്തെ ചെറുതാക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജമ്മു കാശ്മീരിൽ എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് ഞാനിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. കൃത്യമായിട്ട് ഇവരുടെയൊക്കെ പക്ഷപാതിത്വം, നീതിരാഹിത്യം, ന്യായമില്ലായ്മയൊക്കെ ഇവിടെ കൃത്യമാണ്. എന്നാൽ പോലും അതിനൊക്കെ മറികടക്കുന്ന വിജയങ്ങൾ ചില സ്ഥലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉറപ്പ് നൽകുന്നില്ല, അല്ലെങ്കിൽ ഭരണകക്ഷിയോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്ന ആരോപണം ഉയർത്താം. അതിനപ്പുറത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ, അതായത് ഇലക്ഷൻ പ്രക്രിയയിലും കൗണ്ടിംഗ് പ്രക്രിയയിലും ഒക്കെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഉണ്ട്, അതല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ക്രമക്കേടുണ്ട് എന്ന വാദം കോൺഗ്രസിനുണ്ടോ?
അല്ല, തീർച്ചയായിട്ടും ദുരൂഹമായ പല ഇടപെടലുകളുമുണ്ട്. നമുക്ക് സംശയാസ്പദമായ പല നിലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പലപ്പോഴും കൈവരിക്കാറുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടേണ്ട കാര്യമായതിനാൽ അതൊക്കെ അത്തരത്തിൽ പറഞ്ഞു വെക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഏതായാലും ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥിതിയിൽ വലിയ സംശയം ജനിപ്പിക്കാൻ BJPയുടെ 10 വർഷത്തിനും അതിനുശേഷമുള്ള ഈ കാലഘട്ടത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് വിഘാതമാകുന്ന രീതിയിലൊന്നും പഠിക്കൂ. മറ്റുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. 32 സീറ്റിലാണ് സഖ്യത്തിൽ മത്സരിച്ചത്. 5 സീറ്റിൽ സൗഹൃദ മത്സരവും ഉണ്ടായിരുന്നു. അവിടെയാണ് 37 സീറ്റ് മത്സരിച്ചെടുത്താണ് 6 മാത്രം കോൺഗ്രസിന്റെ നാഷണൽ കോൺഫറൻസിന്റെ അക്കൗണ്ടിലാണ് ഈ പറയുന്ന BJPയെ തോൽപ്പിച്ചെന്ന അവകാശവാദമൊക്കെ കോൺഗ്രസ് ഇപ്പോഴും ഉന്നയിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ശരി, അവിടെ സ്ട്രൈക്ക് റേറ്റ് വളരെ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണ്. പക്ഷേ സന്ദീപ് വാര്യർ കാശ്മീരിനെ സംബന്ധിച്ച് BJP തോറ്റു, ഇന്ത്യ മുന്നണി ജയിച്ചു. ശരി, ഇന്ത്യ മുന്നണി ജയിച്ചു. ഓക്കെ.